ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളാണ് എനിക്കിപ്പോൾ ചുറ്റി നിൽക്കുന്നത്. നമ്മുടെ എല്ലാം പ്രിയങ്കരയായ ജലജ ചേച്ചിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. തൊട്ടപ്പുറത്ത് ചിപ്പി ചേച്ചിയുണ്ട്. ചേച്ചി സന്തോഷം, പൊങ്കാല ആശംസകൾ. പൊങ്കാല ആശംസകൾ എല്ലാവർക്കും. കുറച്ച് വർഷമായി അടുപ്പിച്ചിടാൻ ഉള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷം. അപ്പം ചേച്ചിനെ രാവിലെ പോലെ തിരക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ചേച്ചി തിരക്കായിരുന്നു. അങ്ങോട്ട് അല്ല എല്ലാം നമുക്ക് എപ്പോഴും ഒരു പെപ്പറലാണല്ലോ, എല്ലാം റെഡിയായോ എന്നുള്ളത്. വർഷം വന്നാലും പുതിയതായിട്ട് തന്നെ ഇടുന്ന തീർച്ചയായിട്ടും. അപ്പം നമുക്കൊരു ടെൻഷനാണ്, അയ്യോ കല്ല് ശരിയായോ, അല്ലെങ്കിൽ വെള്ളം കലം ചൂട്ട് കൊതുമ്പോ എല്ലാം കറക്റ്റായിട്ട് വെക്കണമല്ലോ. അപ്പം എല്ലാം നമ്മൾക്ക് റെഡിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമുണ്ട്. എന്താണ് ഭക്തരോട് പറയാനുള്ളത്? ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് പേര് കാണാൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ എന്ത് ചെയ്തു? അയ്യോ എല്ലാവർക്കും പൊങ്കാല ആശംസകൾ ആദ്യം. പിന്നെ അതുപോലെ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ, നല്ലത് എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. അപ്പം നല്ലതായിട്ട് ചോദിക്കട്ടെ, എല്ലാവരും പറയുന്നുണ്ട് ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം തേടി വരാറുണ്ട്, അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചത് എല്ലാ ആഗ്രഹങ്ങളും സഫലമായിട്ടുണ്ട്. അങ്ങനെ എല്ലാ പ്രാർത്ഥനകളും ഉണ്ടാകുമല്ലോ, ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി തരുന്ന അമ്മ. തീർച്ചയായിട്ടും അമ്മയുടെ ഒരു എന്താണ് ബ്ലെസ്സിങ് എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പം അങ്ങനെ നമ്മൾ പ്രത്യേകം ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മനസ്സിൽ എന്ത് വിചാരിക്കുന്നു തീർച്ചയായിട്ടും അത് അമ്മയുടെ എന്താണ് അനുഗ്രഹം തന്നെയാണ്. നമുക്ക് എന്ത് കിട്ടുന്നതും ചെയ്യുന്നതും ഒക്കെ അമ്മയുടെ അനുഗ്രഹം തന്നെയാണ്. എത്രാമത്തെ വയസ്സെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ അല്ലായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ സിനിമ അഭിനയിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ടാണേലും ആ സമയത്തൊന്നും അത്രയ്ക്ക് ഒരു എന്താണെന്ന് വെച്ചാൽ ഇവിടെ പൊങ്കാല ഇടുന്നു എന്നുള്ളത് നമുക്ക് അത്ര അറിയില്ലായിരുന്നു. പിന്നെ നമ്മൾ പടത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ തിരക്കും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തിരക്കൊന്ന് കുറഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തുടങ്ങി. പിന്നെ ഞാൻ ബഹ്റൈനിലായിരുന്നു. അപ്പം മോളുടെ പഠിത്തം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റിയിട്ടില്ല. പിന്നെ മോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സ്ഥിരമായിട്ട് വരാൻ പറ്റി. പിന്നെ മോളും വന്നു കഴിഞ്ഞപ്പോൾ മോളുടെ കൂടെ ഇടാൻ പറ്റി. അപ്പോൾ അതൊക്കെ ഒരു വലിയ ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കൂടി വരികയാണ്. അപ്പം അമ്മയുടെ ഭക്തി എന്ന് പറയുന്നത്, അല്ലെ അമ്മയുടെ ആ ഒരു വിശ്വാസം, ആൾക്കാരുടെ വിശ്വാസം കൂടി വരികയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. ഇത്രയും അധികം ആൾക്കാർ വരുന്നു. ഇവിടുന്ന് മാത്രമല്ലല്ലോ, ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് വരികയല്ലേ. അപ്പോൾ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ചേച്ചി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷത്തെ കാര്യം. കുറച്ച് മുമ്പേ ചേച്ചിയുടെ അടുത്ത് ആദ്യം തൊട്ട് മുൻപ് ബൈക്ക് നീട്ടിയപ്പോൾ ചേച്ചി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇവിടെ എന്നെ കാണാനില്ല എല്ലാവരും അന്വേഷിക്കുന്നത് പറയുന്നത്. ചേച്ചി ഇവിടുന്ന് പറയുന്നുണ്ട്. ഇതേ ചോദ്യം തന്നെയാണ്, ചോദിക്കേണ്ട കാര്യമില്ല. ഓർമ്മ ഉണ്ടാകില്ലല്ലോ എത്ര നാൾ മുതലാണ് പൊങ്കാല? ഇല്ല അങ്ങനെ കണക്ക് വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പം ആലോചിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അങ്ങനെ കിട്ടുന്നുമില്ല. ഇടയ്ക്കൊക്കെ കുറേ മിസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് എന്തായാലും ഒരുപാട് വർഷമായി. എന്തായാലും ശരിക്കും എവിടെയാണ് എന്ന് ഞങ്ങൾ ചോദിച്ചത് തന്നെ കാരണമുണ്ട്. കാരണം ആ ഗേറ്റ് മൊത്തം തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. സത്യം, ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ശരിക്കും ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു, ആ ചിപ്പീനെ ഒന്ന് വിളിക്കോ, ഞങ്ങളൊന്ന് കണ്ടിട്ട് പോയി പൊങ്കാലിട്ടെ. അങ്ങനെ പറഞ്ഞത് ഞങ്ങളവിടെ തേങ്ങ തിരികലൊക്കെ ആയിട്ട് ശർക്കര പൊട്ടിക്കലും ഒക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. കണ്ടോണ്ടിരുന്നതല്ലേ? അതെ, ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കണ്ടതാ, ന്യൂസ് കണ്ടോണ്ടിരുന്നതാണ്. ഒരുപാട് ഭക്തർ വരുന്നുണ്ട്, നല്ല തിരക്കുള്ള ദിവസം. എനിക്ക് തോന്നുന്നു ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭക്തർ ഒഴുകി എത്തുന്ന ഒരു കാലമാണ്. ചേച്ചി ഇത്രയും നാളും പൊങ്കാല ഇടുന്നുണ്ടായിരുന്നു, മുടങ്ങാണ്ട് പൊങ്കാല ഇടുന്നുണ്ട്. കോവിഡ് സമയത്ത് വീട്ടിൽ പോലും ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എന്ത് തോന്നുന്നു ഇപ്പോഴത്തെ ഈ തിരക്കും ഒപ്പം കാണുമ്പോൾ ഭക്തരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും. കാരണം അത്രയും ആഗ്രഹിച്ചിട്ട് ഇവിടെ ദൂരം നിന്നൊക്കെ വരുന്ന എന്തോരം പേരുണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. പക്ഷെ അതല്ല, ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് പേരില്ലേ. അപ്പോൾ എല്ലാവർക്കും നല്ലതായിട്ട് പൊങ്കാല ഇടാൻ പറ്റട്ടെ, അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ജലജേച്ചി എടുത്തും ചോദിച്ചാലും തന്നെയാണ്, അനുഗ്രഹം ചൊരിയുന്ന അമ്മയാണ്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ വിളി കേൾക്കും. അങ്ങനെയുള്ള അനുഭവങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അത് സഫലമായ ഏതെങ്കിലും ഒന്ന് രണ്ട് അനുഭവങ്ങൾ ചേച്ചിക്ക് പറയാനുണ്ടോ? ഒന്ന് രണ്ടെന്നല്ല, എനിക്ക് തോന്നുന്നത് എനിക്ക് എല്ലാ നല്ല കാര്യങ്ങളും വരുന്നത് ഞാൻ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണെന്നാണ് അങ്ങനെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഓരോ വർഷവും അപ്പം നമുക്ക് തിരിച്ച് അമ്മയ്ക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഇതല്ലേ ഉള്ളൂ. എല്ലാ വർഷവും ഒക്കെ ഇനിയുള്ള വർഷങ്ങളിലെല്ലാം വരും. പിന്നെ അതെ ഒപ്പം തന്നെ ജനുവനായിട്ടുള്ള ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഈ രീതിയിൽ ആറ്റുകാലമ്മ കഴിഞ്ഞാൽ പിന്നെ ചിപ്പിയാണ് എന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. കേട്ട് മടുക്കുന്നുണ്ട്. മടുക്കില്ലല്ലോ, ഒരിക്കലും മടക്കില്ല. ഈശ്വര ആറ്റുകാലമ്മയായിട്ടല്ലേ പറയുന്നത്, മടുക്കില്ല. പക്ഷെ അതൊക്കെ കുറച്ച് ഓവറല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നേ. അങ്ങനെ ചെറുതായിട്ടൊന്ന് ഓവറാണോ ഇത് ചിപ്പി ചേച്ചിക്ക് ശരിക്കും സംശയം ഇല്ലാതെ. സത്യം. പക്ഷേ ഞങ്ങൾക്ക് സന്തോഷമാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കാണുക എന്നുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എൻ്റെ തൊട്ടപ്പുറത്തെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് താരങ്ങളാണ്. അത്രയും പ്രിയപ്പെട്ട ജലജ ചേച്ചി, ചിപ്പി ചേച്ചി. ഒരുപാട് സന്തോഷം.